Hi everyone, welcome to online class. ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങളുടെ സെക്കൻഡ് ഇയർ ക്ലാസ്സിലെ കോമൺ കോഴ്സ് പേപ്പർ ആയിട്ടുള്ള ENG3A05 സിഗ്നേച്ചേഴ്സ് എക്സ്പ്രസിംഗ് ദ സെൽഫ് എന്ന പേപ്പറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നിങ്ങളെ ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററും നമ്മളിവിടെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പം നിങ്ങൾക്കിതിൽ ആകെപ്പാടെ 3 മൊഡ്യൂളാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂള് ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിങ്സ് ആൻഡ് മെമ്മേഴ്സ് ആണുള്ളത്. അപ്പം ഇതിൽ മെയിനായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിങ്സും മെമ്മേഴ്സും ആണ്. ഫസ്റ്റ് മൊഡ്യൂളുണ്ട്, അതിൽ ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിങ്സും മെമ്മേഴ്സാണ് ഉൾക്കൊള്ളുന്നത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് പറയാൻ ഇവിടെ ഉള്ളത് 4 ചാപ്റ്റേഴ്സാണ് ഇവിടെ നിങ്ങൾക്കുള്ളത്. ഈ 4 ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ ഓരോ റൈറ്റേഴ്സ് ഓരോ രീതിയിൽ എഴുതിയ മെമ്മേഴ്സും ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിങ്സ് ആണുള്ളത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോഡ് നമ്പർ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പേപ്പറിൻ്റെ പേരും കോഡ് നമ്പറും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പഠിപ്പിക്കുന്ന ഓരോ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾ ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്, അതിൻ്റെ ഇതെന്താണ് എന്ന് നിങ്ങൾ വളരെയധികം ഓർത്തിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് 3 മൊഡ്യൂളാണുള്ളത്. ഓരോ മൊഡ്യൂളിലും ഇതിൽ 4 ചാപ്റ്റർ ഉണ്ട്. അപ്പം നമ്മൾ ഈ 4 ചാപ്റ്റർ കഴിഞ്ഞ് നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോകുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഇയർ ഒക്കെ ആയില്ല, ഏകദേശം വായനകളൊക്കെ തുടങ്ങണം. ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് ഏതായാലും കുറച്ചൊക്കെ ഒരു പേടി ഉണ്ടാവും. ഈ സിലബസ്, അതായത് ഈ ഫസ്റ്റ് BAയിൽ എന്താണ് പഠിക്കുക എന്നുള്ളത് വളരെയധികം ഉത്കണ്ഠയുള്ളൊരു സീസണാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ റിലാക്സ് ആയി. കാരണം തേർഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്ടാവും. അപ്പോൾ ആ പ്രൊജക്റ്റിലാവും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇത് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ആപ്റ്റായിട്ട്, അതായത് നമ്മളെ സമയമെന്ന് യൂസ്ഫുള്ളാണ്, വായിക്കാനൊക്കെ പറ്റിയ ഒരു സമയമാണ് സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത്. ഞാനൊക്കെ സെക്കൻഡ് ഇയർ ആയപ്പം എനിക്കൊക്കെ വളരെയധികം വായിക്കാൻ കിട്ടിയ ഒരു ടൈമും കൂടിയായിരുന്നു സെക്കൻഡ് ഇയർ. അപ്പോൾ നിങ്ങളതുപോലെ നിങ്ങളുടെ സമയം യൂസ്ഫുള്ളായിട്ട് റീഡ് ചെയ്യാനും നിങ്ങളെ ചിന്ത വളർത്തിയെടുക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. ഞാൻ ആദ്യമായി പറയാം, ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയകൾ മാത്രമേ ഞാൻ മലയാളത്തിൽ ക്ലാസ് എടുക്കുള്ളൂ. ഫുൾ മലയാളത്തിൽ ക്ലാസ് എടുത്താൽ പിന്നെ അത് മലയാളം ക്ലാസ്സായി മാറും. അപ്പോൾ നിങ്ങൾക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, എനിക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ബെറ്റർ ടു കോൺസെൻട്രേറ്റ് ഡിഫിക്കൽട്ട് ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷിലും മലയാളത്തിൽ പറയേണ്ട ഡിഫിക്കൽട്ട് ഏരിയ മലയാളത്തിൽ പറയാൻ പറ്റും. അതായത് സിമ്പിളായിട്ടുള്ള സെക്ഷൻസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിലും കൈകാര്യം ചെയ്യാം. ഓക്കെ, I hope you understood what I said. Okay, now let's move to our topic. നമ്മളിവിടെ കണ്ട ഈ ഒരു ടോപ്പിക് കണ്ടില്ല, ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിങ്സ് ആൻഡ് മെമ്മേഴ്സ്. ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവാം, മെമ്മേഴ്സും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ മെമ്മേഴ്സും ഓട്ടോബയോഗ്രഫിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. സോ ലെറ്റ്സ് ലുക്ക് what is the difference between autobiography and memoirs. Okay, now let's go to autobiography. Autobiography is a self-written account of the life of oneself, and the best example is I Am Malala by Malala Yousafzai. If I write my own story, it will be a autobiography, my own autobiography. Okay, then if you write your own story from childhood to adulthood, then it will be your autobiography. Okay, then one more thing, in autobiography we can see chronological order, right? Chronological order ഉണ്ടാവും. Chronological means എന്താണ്, ചൈൽഡ്ഹുഡ് മുതൽ അഡൾട്ട്ഹുഡ് വരേക്കുള്ള ഓർഡറാണ് കേട്ടോ. അപ്പോൾ ക്രോണോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടാവും ഓട്ടോബയോഗ്രഫിയിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം മെമ്മേഴ്സ് വി കാൺ സീ a chronological order. Now let's have a
discussion, or let's look at what is memory. Now, memory is a collection of memories, and an individual writes about moments or events, both in public or private, that took place in the subject's or person's life. So, if I write my own memories, then it will be a private memory. If I write an event that happened in our society, it will be public, right? And it is collection of memories. There are a lot of memories which are binded or put in a book or in a paper, then it is called memoir, right? So these are called memoirs. Then sometimes it may happen, or it may happen in one's life or the person who writes the memoirs. Okay. Now let's look the example. I Know Why the Caged Bird Sings by Maya Angelou. Maya Angelou, one of the writer, one of the poet. She belongs to African continent, and she wrote about this sufferings of this colonialism and their loss. They lost everything when the people or British or European countries came to their country. They lost everything. Okay, this is autobiography and this is memoir. So I hope you understood what is the difference between autobiography and what is the difference between memory. Okay, memoirs. Okay, now let's move to the next session. Pablo Neruda. I already told you in this section I will deal with the first chapter, Pablo Neruda, excerpts from memoir. Okay, now we have for any purpose, when we study any person, any writer, we want to know what is his biography. Biography is the life of what? The author or the poet. Okay, so biographical details is very important. So let's look biography of Pablo Neruda. Actually, Pablo Neruda is the pen name of whom? Neftali Ricardo Reyes Basalto. This is the original name of Pablo Neruda, and at the age of 16 he changed his name. Age of 16 ആണ് ഇദ്ദേഹത്തിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നത്. So it's very important. Original name is Neftali Ricardo Reyes Basalto. ഇദ്ദേഹം പേര് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ his father didn't like his writing of poetry, his writing or his interest in literature. Okay, so that's why he changed. He wrote all the poems using his pen name Pablo Neruda. So his father could not understand who is this. Okay, so that's why he accepted his pen name and wrote many best poems in the world. Now let's look at some details of him, and his biographical detail is very important. Okay, now he is a Latin American poet born in 1904 in Parral, Chile. Chile is a South American country, and father was a railway employee, mother was a school teacher, and Neruda was an atheist. Atheist means a person who do not believe in God. So ദൈവമില്ല എന്ന് വിചാരിക്കുന്ന ആളാരാണ്? Atheist ആണ്. So Pablo Neruda was also an atheist when he was child, when he was moving to adulthood. And one of thing is that remember in 1920 he went to Santiago to study French. But when he entered to the college, he felt so intense towards poetry. So he published many books of poems,
And among them, one of the important one is it is in Spanish language. This is the La Canción de la Fiesta is in Spanish language, published in 1921, and La Canción de la Fiesta. So this is important. Another work of him is the second collection of poem is Crepusculario. Crepusculario, also in Spanish language and written in 1923. And this work brought him instant recognition. As he wrote many poems, he was not at all famous, but when he wrote this Crepusculario in 1923, he became famous. So, became a well-renowned poet. And in 1924, he published another important work is 20 love poems and songs of despair. This is important. This title is very important. There's 20 love poems and songs of despair is important for you. And another point is from 1927 to 1945, he served as Chilean consul in Rangoon, Java, Barcelona. So for the first time, he had a financial depression, so he thought to become a worker or to take a job, and that's why he became a Chilean consul in Rangoon and next time in Java and Barcelona. And another important event in his life is he witnessed Spanish Civil War, which started in 1936 and ended in 1939. So this is the year of Spanish Civil War, and it's very important for you to remember this Spanish Civil War. And there's not much important to remember this year, but you have to remember the Spanish Civil War. Another important and second important event which helped him to change his mind is World War II. Actually, World War II began in 1939. So I hope you studied in 10th standard or your historical parts, historical book. You may have heard about World War II and the First World War, the Second World War, everything you may studied. So here it is. The Second World War changed his attitude towards poetry. At the first time, he addressed or he believed poetry is the statement of human solidarity which addressed to simple people. So he believed that poetry is a statement of human solidarity which addressed to simple people. And there are two books which mentions both are mentioned about this Latin American history and epic this Latin Chilean life of colonialism. Everything is expressed in these two books. And in 1927, as we see here, in 1927 he got Nobel Prize. 1927 he got Nobel Prize. He also got Lenin Peace. I don't remember the year, but he got the award. And from 1927 to 1970 to 1973, he served under Allende as a Chilean ambassador to Paris. And here is no Pablo too. Here is no Pablo. This is not here. And in 1973, he died of cancer. Some of the people who believes that it was a murder, and some of them believe that it's a
he died due to cancer. But there are some rumors which still exist in the that about his death. Okay, now we have to remember is that he died in 1973, and he was also an ardent believer of Lenin, Stalin, then Fidel Castro, Cuban communist leader. Then the last point is here is Gabriel Garcia Marquez. You may heard about Gabriel Garcia Marquez. Gabriel Garcia Marquez is one of the Colombian writer. Colombian is also American country. So here Gabriel Garcia Marquez is also called him the greatest poet of the 20th century in any language. So he is the greatest poet of the 20th century in any language. And another thing I have to tell you is that there are some collections of books, poems. He mainly wrote poems, and when we look into this his collections of poems, there are three books of collections. Three collection of poems. The first one is The Attempt of the Infinite Man. Second one is Book of Twilights. Third one, 20 Love Poems and a Desperate Song. So here I put in third one in reading because it is very important. And he also wrote a novel, The Inhabitant and His Hope, essay, Enthusiasm and Perseverance. Then, as I mentioned earlier, Canto General, which published in 1915, is an epic poem. So I know that epic means what? Long narrative poem. There may be hero and only and superficial super humans are there. And Canto General is also an epic written by him. And Altruist in Machu Picchu is in another 12 parts. It has 12 parts and it is a book length poem. Okay, so this is also very important because Machu Picchu is also a place in I think in Peru. And the biographer of Neruda is Adam Feinstein, and the title of the biography is Neruda, A Passion for Life. Now let's move to the title. What is the title of the memoir written by him? And here you can see the word. The word is the title of the memoirs written by Pablo Neruda. And actually it is a poem written in free verse. I'm sorry, that is a little bit difficult in writing, and you have to remember it's a poem. Okay, written in free verse. Free verse. Okay, so this is about the word. And one more thing I have to tell you is that he wrote many poems, many beautiful poems. And if you get a leisure time or free time, please read some of his poems, because one of the main, I think, important quote he wrote in this is the line which I wrote. Oh, this is the line. I can't remember the title, but this is the line, that saddest line, or like that way. I can't remember the title, but anyway, he wrote in that poem. There is a line, very beautiful line, as love is short, but forgetting is long. Okay,
Now we have to remember more and more, then we will get a overview of Pablo Neruda. If we read only this memoir, we can't understand what his life and what was his writing. Okay, now let us stop here, and the next year we can discuss on this. Um, I'm sorry. The theme, or let us discuss the second part of this word. I mean, a kind of things which will help you to understand more about the word. This is the memoir. Now in the next class we can discuss detailed discussion, or we can have a detailed discussion on his memoir. And memoirs, in this memoir he discuss on some of the important points. Let us underline. This first one is his political births, then political career, then his political belief. Three things are important here, and it's very important. Political beliefs, then political birth, political career, and political occurrences happening all around him. And themes are here. Themes are here is that politics, patriotism, nationalism, communism, socialism, local politics, regional politics, world politics, and the literary circles Neruda moved in, and all the persons who are influenced him, mainly politically. I mean, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇദ്ദേഹം മെമ്മയർ എഴുതുന്നത്. ഈ മെമ്മയർ എന്ന് പറഞ്ഞ ഈ ഒരൊറ്റ, നിങ്ങൾക്ക് ഒറിജിനൽ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞ നെറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാം. അപ്പം അത് നിങ്ങളെ ഇഷ്ടം പോലെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് വായിക്കണമെന്നെങ്കിൽ അത് വായിക്കാം. ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വേറെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടാകും ഓരോരുത്തർക്ക്. ഇപ്പം ഞാൻ എഴുതുന്ന രീതിയും നിങ്ങൾ എഴുതുന്ന രീതിയും വ്യത്യാസമായിരിക്കും. ആ റൈറ്റിംഗ് സ്റ്റൈൽ കിട്ടണമെങ്കിൽ നമുക്ക് ഈ എക്സ്പ്ലനേഷൻ വായിച്ചതോടെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒറിജിനൽ ടെക്സ്റ്റ് നിർബന്ധമായിട്ടും, ഒരു പേജേ ഉള്ളൂ. അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിക്ഷണറി ഉപയോഗിച്ചിട്ട് അടയാളം വേർഡ് എഴുതുക. ദെൻ അതിൻ്റെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അതിൻ്റെ അർത്ഥം എഴുതിച്ചാൽ അത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാക്കി തരാൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് വായിക്കണം. വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ തന്നെ നടത്താം. ഓക്കെ, ഇതുവരേക്കുള്ള ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. Now let's wind up the class. You have to remember these themes of his memoirs and main area of his memoir, and important events that happened in his life. As I mentioned, the Spanish Civil War, World War, which helped him, both are helped him to change the Communist Party. Okay, so let's stop here. Thank you for your cooperation.